പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു നല്ല ക്രൗൺ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊരു പ്രഷ്യസ് ആയിട്ടുള്ള ജം എടുത്ത് വെച്ചതുപോലെ ഇതിനകത്ത് ധനുഷ് എന്ന ആർട്ടിസ്റ്റ് ശരിക്കും അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഓരോരോ സീനുകളെ അങ്ങനെ എലിവേറ്റ് ചെയ്യാത്തക്ക വിധത്തിലുള്ള മ്യൂസിക്. ജി.വി. പ്രകാശ് എന്ന് പറയുന്നത് ഒരു ലെജൻഡ് തന്നെയാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു തമിഴിലുള്ള എ.ആർ. റഹ്മാന് പോലും ഇങ്ങനെ സംഗീതം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള പഴയ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്ന സിനിമകളൊക്കെ എ.ആർ. റഹ്മാനും ചെയ്തതാണ്. പക്ഷെ അതിലൊന്നും ഇത്രയും ഒരു പെർഫെക്ഷൻ കണ്ടിട്ടില്ല. പിന്നെ അനിരുദ്ധായിരുന്നാലും ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര ഡ്രംസും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഒരു ബഹളമായിരിക്കും. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും അതിനെയൊക്കെ ഒന്ന് അങ്ങനെ സബ്സൈഡ് ചെയ്ത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ലോ ലെവലിൽ നിർത്തിയിട്ട് ഈ ഉടുക്കിൻ്റെ ഒക്കെ ശബ്ദം അങ്ങനെ മുഴങ്ങും. തിയേറ്ററിനകത്ത് അങ്ങനെ മുഴങ്ങുമാണ്. ഇതിന്റെ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ.